ഹലോ, ഏവർക്കും സ്മാർട്ട് പീസ് ഓൺലൈൻ സ്വാഗതം. അങ്ങനെ യൂണിവേഴ്സിറ്റി LGS ഹാൾ ടിക്കറ്റൊക്കെ വന്നിരിക്കുകയാണ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ എൻ്റെ ഫാമിലിയിൽ മരണമായിരുന്നു. പിന്നെ അതിൻ്റെ തിരക്ക് കാരണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുജനാരോഗ്യമാണ്. പൊതുജനാരോഗ്യത്തിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതും പിന്നെ ക്യാൻസറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട ഈ തൊഴിലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ പൊതുജനാരോഗ്യത്തിൽ തന്നെ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ പഠിക്കാനുണ്ട്. രോഗങ്ങളും രോഗകാര്യങ്ങളും പഠിക്കാനുണ്ട്, പിന്നെ രോഗങ്ങളും വിശേഷണങ്ങളും പഠിക്കാനുണ്ട്, പിന്നെ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം. അപ്പം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഒരു 1-2 ക്ലാസ് കൊണ്ട് അതൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, നമുക്ക് LGSനും LDCക്കൊക്കെ നമുക്ക് ഓൺലൈൻ ബാച്ചുകളുണ്ട്. ലൈവ് ബാച്ചുകളാണ്, അത് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. LGSൻ്റെ ക്ലാസ് ടൈം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ്. ഓക്കെ, 6 മണി മുതൽ 8 മണി വരെയാണ് LGSൻ്റെ ക്ലാസ് ടൈം വരുന്നത്. ഓക്കെ, ലൈവ് ക്ലാസ്സാണ്, ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സാണ്. പിന്നെ ഡെയിലി പരീക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. മാത്സിൻ്റെ പ്രത്യേക റിവിഷൻ ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സിൻ്റെ പ്രത്യേക റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് മന്ത്ലി 500 രൂപയാണ്. അപ്പോൾ ഇന്നലെ ആരോ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു, മന്ത്ലി 500 എന്ന്. മന്ത്ലി 500 വെച്ചാൽ ലൈവ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് 6 ദിവസം ലൈവ്, നിങ്ങളൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റും വീട്ടിൽ ഇരുന്ന്. ഓക്കെ, ശരി. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫീസ് കൂടുതലാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എടാ, നമ്മളിന്ന് കുറച്ച് രോഗങ്ങളെക്കുറിച്ചൊന്ന് ഇറങ്ങി പഠിക്കാൻ പോവുകയാണ്. ജവനെ, എടാ, ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമാണെങ്കിൽ പത്തനംതിട്ട, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? പന്നിപ്പനി പന്നിപ്പനി ഹൈദരാബാദിലാണ് കേട്ടോ. പന്നിപ്പനി എവിടെയാണ് പിള്ളേരെ? ഹൈദരാബാദിലാണ്. ഓക്കെ, പക്ഷിപ്പനി അല്ല, പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നന്ദർബാർ മഹാരാഷ്ട്ര. ഓക്കെ, ഡെങ്കിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? ഡെങ്കിപ്പനി ആദ്യം റിപ്പോർട്ട് ചെയ്തത് കൊതുക് വെച്ചുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കൊൽക്കത്ത. ഓക്കെ, അപ്പൊ ഡെങ്കിപ്പനി കൊൽക്കത്ത. ഡെങ്കിപ്പനി കൊൽക്കത്ത. ചിക്കുൻ ഗുനിയ അത് കൊൽക്കത്ത. ഓക്കെ, ശരി, കറക്റ്റാണ്. ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എവിടെയാണ്? കൊൽക്കത്ത. ഡെങ്കിപ്പനി കൊൽക്കത്ത, ചിക്കൻ ഗുനിയ കൊൽക്കത്ത. ഇന്ന് വൈകുന്നേരം ചോദ്യം ചോദിക്കാണ്ടല്ലേ, ഏതായിരുന്നു? മറ്റേ ഇത് വിളകൾ ചെറുപ്പം തകർക്കാൻ മുകളിൽ. ഓക്കെ, നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലം ആദ്യമായിട്ട്? അത് കേരളത്തിൽ പേരാമ്പ്ര. ഇന്ത്യയിൽ ആദ്യമായി 2001 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് സ്ഥലം? കൊൽക്കത്തയിലല്ല, ഗുജറാത്തിലല്ല, പശ്ചിമ ബംഗാളാണ്. പക്ഷേ നവകാലിയല്ല. പശ്ചിമ ബംഗാളിൽ അറിയുന്ന സ്ഥലങ്ങളുടെ പേരാ? നന്ദിഗ്രാം എന്നല്ല, സിലിഗുരി എന്നുള്ളത്. സിലിഗുരി കേട്ടോ. അപ്പൊ നിപ്പ വൈറസ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? സിലിഗുരി. എവിടെയാണ്? സിലിഗുരി. ഓക്കെ, സാഴ്സ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്? പോയിട്ട് വാ നടത്തുണ്ട്. ഓക്കെ, സാഴ്സ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗോവ കേട്ടോ. പോയിട്ട് വാ, ഗോവ. ശരി, ക്ലിയർ ആണല്ലോ. അപ്പൊ പന്നിപ്പനി എയ്ഡ്സ് ചെന്നൈ, പന്നിപ്പനി ഹൈദരാബാദ്. പന്നിപ്പനി ഹൈദരാബാദ്. നമ്മളിപ്പോ ഇങ്ങനെ പന്നിയിറച്ചി, പന്നിയിറച്ചി അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് കേട്ടാ. ഹൈമപ്പന്നിയാ? ഹൈമപ്പന്നി എങ്ങനെ ഓർഡർ? അപ്പൊ പന്നിപ്പനി ഹൈദരാബാദ്. ഓക്കെ, പക്ഷിപ്പനി നന്ദർബാർ. പക്ഷിപ്പനി നന്ദർബാർ. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ. ഈ പക്ഷി നമ്മൾ ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷി കാട ഫ്രൈയും കോഴി ഫ്രൈയും കിട്ടും. കിങ്ഫിഷ് നമുക്ക് അത് അറിഞ്ഞൂടാ കേട്ടോ. അതെന്താ? ഓക്കെ, അപ്പോൾ പക്ഷിപ്പനി ആദ്യം റിപ്പോർട്ട് ചെയ്തത് നന്ദർബാർ മഹാരാഷ്ട്ര. ഡെങ്കിപ്പനി കൊൽക്കത്ത. ഓക്കെ, ചിക്കുൻ ഗുനിയ കൊൽക്കത്ത. നിപ്പ സിലിഗുരി. ഓക്കെ, സാഴ്സ് ഗോവ. ഓക്കെ, ക്ലിയർ ആണ്. അത്രയും പഠിച്ചേ. അപ്പോൾ ഇത് ഇത്ര ഒരാൾ പറയണം. ആര് പറയും? നിങ്ങൾ 2 പറയേണ്ടത്. അതിലേട്ടിരുന്ന നീ അല്ല ആദ്യം പറ. അതിലേട്ടിരുന്ന. ഓക്കെ, പറയാം. എയ്ഡ്സ് ചെന്നൈ. കേരളത്തിൽ പത്തനംതിട്ട. പന്നിപ്പനി പക്ഷിപ്പനി നന്ദർബാർ മഹാരാഷ്ട്ര. ഡെങ്കിപ്പനി കൊൽക്കത്ത. ഓക്കെ, ചിക്കൻ ഗുനിയ കൊൽക്കത്ത. ഓക്കെ, നിപ്പ വൈറസ് സിലിഗുരി. ഓക്കെ, സാഴ്സ് ഗോവ. ഓക്കെ, നീ പഠിച്ചിരിക്കുന്നു. ശരി, അടുത്ത തൊഴിൽജന്യ രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വളരെ എന്താണ് തൊഴിൽജന്യ രോഗങ്ങൾ?
നമ്മുടെ തൊഴിൽ, നിങ്ങൾക്കത് വിഷയം വരാൻ മാത്രമല്ല, തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് വിഷയമുള്ളൂ. ഓക്കെ, തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? തൊഴിൽജന്യ രോഗങ്ങൾ. എന്താണ് തൊഴിൽജന്യ രോഗങ്ങൾ? ഓക്കെ, കൽക്കരി ശ്വസിക്കുന്നത് നിനക്ക് വരാൻ ചാൻസ് ഉണ്ട്. നീ കൽക്കരിയല്ല, നീ മറ്റേ പശുവിന് പുലർക്കാണ്ട് പോകത്തില്ലേ? അപ്പോൾ നിനക്ക് എന്തൊരു രോഗം വരാൻ ചാൻസ് ഉണ്ട്? നിന്നെ പുഴുവാട്ടാനും കട്ടുറുമ്പ് കടിക്കാനും കിട്ടാറുണ്ട്. ഓക്കെ, വേറെ നിങ്ങൾ വലിയ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അടുക്കളയിലെങ്കിലും? ഇല്ല. ഇദ്ദേഹം അടുക്കളയിലൊക്കെ സഹായിക്കാറുണ്ടോ? ഇല്ല. സഹായിക്കാറുണ്ട്. ഓക്കെ, തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഏത്? തൊഴിൽജന്യ രോഗങ്ങൾ. അതുപോലെ തൊഴിൽജന്യ രോഗങ്ങൾ. എടാ, കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ബ്ലാക്ക് അല്ലേ, ന്യൂമോക്കോണിയാസിസ്. എടാ, ന്യൂമോണിയാസിസ് എന്തോ അല്ലല്ലേ? അതല്ലേ ആ പേരങ്ങനെയല്ലേ? ഇങ്ങനെ കിടക്കുന്ന ന്യൂമോക്കോണിയാസിസ്. ന്യൂമോക്കോണിയാസിസ് കേട്ടല്ലേ? അത് ന്യൂമോക്കോണിയാസിസ് കേട്ടോ, ന്യൂമോക്കോണിയാസിസ്. ഓക്കെ, ന്യൂമോക്കോണിയാസിസ് ആണ് കേട്ടോ. അപ്പൊ കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ന്യൂമോക്കോണിയോസിസ്. എന്താണ് ന്യൂമോക്കോണിയോസിസ്? മറ്റേ സലാറിലെ പ്രഭാസനം ഒരിക്കല്ലേ അവിടെ കൽക്കരി കഞ്ഞിയല്ലേ? ന്യൂമോക്കോണിയോസിസ്. എന്താണ് പിള്ളേരെ? ന്യൂമോക്കോണിയോസിസ്. ഇനി ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ധാന്യങ്ങളുടെ, അതായത് നമ്മുടെ ഈ മറ്റേ മില്ലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്. എടാ, ഫാർമേഴ്സ് ലങ്. എന്താണ് പിള്ളേരെ? ഫാർമേഴ്സ് ലങ് കേട്ടോ, ഫാർമേഴ്സ് ലങ്. ഓക്കെ, അപ്പൊ ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ഫാർമേഴ്സ് ലങ്. ഫാർമേഴ്സ് ലങ്. ഓക്കെ, പാറമടകളിൽ പണിയെടുക്കുന്നതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം സിലിക്കോസിസ് കേട്ടോ. അപ്പൊ പാറമടകളിൽ പണിയെടുക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ്. അതാണ് സിലിക്കോസിസ്. ഈ സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരത്തിൽ അവയവം ഏതാ? ശ്വാസകോശമാണ്. ശ്വാസകോശം. ഈ ബ്രോങ്കൈറ്റിസ്, എംബിസീമ, അതൊക്കെ നമ്മൾ പുകവലി പോലെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസും എംബിസീമയും. ഇതൊക്കെ നമുക്ക് ചോദിക്കണം. ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ഏതവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ്. എംബിസീമ ബാധിക്കുന്നതും ഏതിനെയാണ്? ശ്വാസകോശം. അതുപോലെ സിലിക്കോസിസ് ബാധിക്കുന്നതും ഏതിനെയാണ്? ന്യൂമോണിയ ബാധിക്കുന്നതും ഏതാണ്? ശ്വാസകോശത്തെയാണ് കേട്ടോ. ജലദോഷം ബാധിക്കുന്നതും ബാധിക്കുന്നത് ഏതിനെയാ? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ശ്വാസകോശത്തെ എഫക്ട് ചെയ്യുമോ? ജൂനിയർ ഡോക്ടർമാർ എന്താണ്? ഓക്കെ, അപ്പൊ ജലദോഷം നമുക്ക് ശ്വാസകോശം പറയാം. കുഴപ്പമില്ല. ഓക്കെ, ശരി. അടുത്ത് ആസ്ബസ്റ്റോസ് ഫാക്ടറി. നോ, യു ആർ റോങ്. ഓക്കെ, ആസ്ബസ്റ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാ? അത് ആസ്ബസ്റ്റോസിസ്. ഏതാണ്? ആസ്ബസ്റ്റോസിസ്. അപ്പൊ ആസ്ബസ്റ്റോസ് ഫാക്ടറികളിൽ ജോലി എടുക്കുന്നവർ ഉണ്ടാകാൻ സാധ്യത രോഗമാണ് ആസ്ബസ്റ്റോസ്. ഓക്കെ ആണല്ലോ. അടുത്ത ജോബിൻ ശ്രദ്ധിക്കണം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാ? കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉണ്ടാകാൻ സാധ്യത രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? ഓക്കെ, അപ്പൊ പഠിച്ചല്ലോ. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി, ന്യൂമോകോണിയോസിസ്. ഓക്കെ, ധാന്യങ്ങളുടെ പൊടി, ഫാർമേഴ്സ് ലങ്. പാറമടകളിൽ സിലിക്കോസിസ് ബാധിക്കുന്നത്, എംബിസീമ ബാധിക്കുന്നത്, ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നത്, ന്യൂമോണിയ ബാധിക്കുന്നത്, ശ്വാസകോശം, കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശം, സാർസ് ബാധിക്കുന്നത് ശ്വാസകോശം. ഇതെല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? പഠിച്ചു വെച്ചോണേ. ഓക്കെ, ശരി. അടുത്ത് ആസ്ബസ്റ്റോസ് ഫാക്ടറിയിൽ ജോലി എടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യത രോഗമാണ് ഏത്? ആസ്ബസ്റ്റോസിസ്. ഓക്കെ, കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ ഉണ്ടാകാൻ സാധ്യത രോഗമാണ് ഏത്? കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓക്കെ, അത് പഠിച്ചല്ലോ. ശരി, ഈ മുമ്പ് പഠിച്ചിട്ടുള്ള എന്താ ചോദിക്കുന്നത്? ഈ ലെഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ രോഗം ഏതാണ്? നമുക്ക് ഇപ്പൊ ചോദിച്ചു ഈ ഖാദി ബോർഡിന്റെ പ്രിൻസിന് ഇല്ലേ? ലെഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പ്ലംബിസം. ഓക്കെ, അതുപോലെ തന്നെ ഈ മെർക്കുറിയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം മീനമാത. മെർക്കുറിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? മീനമാത. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മീനമാത. ഓക്കെ, അപ്പൊ ലെഡ്, പ്ലംബിസം, മെർക്കുറി, മീനമാത. പിന്നെ ഏതാ പറഞ്ഞേ? കാഡ്മിയം ഇതായി. എന്താണ്? ഇതായി. കാഡ്മിയം ഇതായി. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം ഇത്രയും കാര്യങ്ങൾ. ശരി, ഓക്കെ.
അത്രയും പഠിച്ചല്ലോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ അതൊന്ന് ചോദിക്കാം, മൊത്തത്തിലൊന്ന് ചോദിക്കാം. ഓക്കെ, ശരി. പോസ് ചെയ്തോ. ജോമിനെ, കൽക്കരി ശ്വസിക്കുന്നത് വഴിയുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയാസിസ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്ന വഴിയുണ്ടാകുന്ന രോഗമാണ് ഫാർമേഴ്സ് ലാങ്. പാറമടകളിൽ പണിയെടുക്കുന്നവർക്ക് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയം ഏതാ? ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന 5 രോഗങ്ങൾ പറഞ്ഞേ. ബ്രോങ്കൈറ്റിസ്, എംബിസീമ, സിലിക്കോസിസ്, സാഴ്സ്, കോവിഡ്. ഓക്കെ, ശരി. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യത രോഗം ഏതാണ്? എവിടെയാണ് ചോദിച്ചത്? ഓക്കെ, ഇവിടെ പറഞ്ഞു തരാം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ ഉണ്ടാകാനുള്ള രോഗം ഏതാണ്? കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓക്കെ, അവിടെ ലെഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്ലംബിസം. മെർക്കുറി, മീനമത. ഈ മീനമത അറിയപ്പെടുന്ന മറ്റേ പേരെന്താണ്? മാർജാരത്ത രോഗം. ഓക്കെ, കാഡ്മിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതായി. ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ക്യാൻസർ പഠിക്കാൻ പോവാണ്. ഓക്കെ, അനിയന്ത്രിതമായ കോശവിഭജനം വഴി, അതായത് നമ്മുടെ ശരീരത്തിലെ സെല്ല് വിഭജിച്ച് നിയന്ത്രണാതീതമായി അത് വിഭജിച്ച് കഴിഞ്ഞാൽ അത് വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ഏത്? ക്യാൻസർ. മനസ്സിലായി? നമ്മുടെ സെല്ലുകൾ ഇങ്ങനെ പെരുകി ബാക്കിയുള്ള കലകളുടെ വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഏത്? ഓങ്കോജീനുകൾ. കണ്ടുപോയിടാ, ഓങ്കോജീനുകൾ. അതിനുള്ള ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഏത്? ഓങ്കോജീനുകൾ. അപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനമാണ് ഏത്? ഓങ്കോളജി. അതിനുള്ള ഓങ്കോളജി. അപ്പോൾ ഓങ്കോളജി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ക്യാൻസർ വിഭാഗം മനസ്സിലാക്കണം. ഓക്കെ, കാർഡിയോളജി ഉണ്ടെന്ന് എന്ത് മനസ്സിലാക്കും? ഹൃദയമാണെന്ന് മനസ്സിലാക്കും. കാർഡിയോളജി ഹൃദയമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഓഫ്താൽമോളജി ഉണ്ടെന്ന് എന്ത് മനസ്സിലാക്കണം? ഓഫ്താൽമോളജി കണ്ണാണ് മനസ്സിലാക്കിക്കോണം. അവിടെ ഷമീം. ഡെർമറ്റോളജി കണ്ടാൽ ഡെർമറ്റോളജി ത്വക്കാണ്. ഓക്കെ, അവിടെ പൾമണോളജി പൾമണോളജി ശ്വാസകോശമാണ്. ഓക്കെ, 2 ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ വേറെ. ഹെമറ്റോളജി എന്താ? രക്തവുമായി ബന്ധപ്പെട്ടതാണ് ഹെമറ്റോളജി. ഓക്കെ, അടുത്ത് ശരി. അപ്പോൾ ഇവിടെ ഓങ്കോളജി വെച്ചാൽ എന്താണ് ഉള്ളത്? ക്യാൻസറാണ് കേട്ടോ, ക്യാൻസർ. ഓക്കെ, ക്യാൻസർ ബാധിക്കാത്ത ഏതെങ്കിലും ശരീരഭാഗം ഉണ്ടോ? ഏതാണ്? ഹൃദയം. നമ്മളെ ഹൃദയത്തെ എന്ത് ബാധിക്കത്തില്ല? ക്യാൻസർ ബാധിക്കത്തില്ല. രോഗനിർണയത്തിനായി കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഏത്? ബയോപ്സി. കേട്ടോ, നമ്മൾ ഏതെങ്കിലും രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഏത്? ബയോപ്സി. എന്താണ് ബയോപ്സി? അതിന് നമ്മൾ കുത്തിയെടുത്ത് പരിശോധിക്കുക എന്നുണ്ട്. അത് ഇതാണ്. ഓക്കെ, അപ്പോൾ രോഗനിർണയത്തിനായി കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയയാണ് വളരെ ബയോപ്സി. കേട്ടോ, ബയോപ്സി. ഓക്കെ, എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഏത്? റേഡിയേഷൻ തെറാപ്പി. അതിനുള്ള റേഡിയേഷൻ തെറാപ്പി. ഏതൊക്കെയാണ്? എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഏത്? റേഡിയേഷൻ തെറാപ്പി. ഓക്കെ, അടുത്ത് എപ്പിത്തീലിയലിലെ ക്യാൻസറാണ് ഏത്? എപ്പിത്തീലിയൽ ടിഷ്യൂകളിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ഏത്? മെലനോമയല്ല, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിലെ ആവരണമല്ല. സോറിയാസിസ് ക്യാൻസർ അല്ല. സോറിയാസിസ് മറ്റേ ഇത് ഇത് അടന്നു പോണതാണ് സ്കിന്ന്. ഓക്കെ, അതാണ് കാർസിനോമ. കാർസിനോമ. എപ്പിത്തീലിയലിലെ ക്യാൻസറാണ് ഏത്? കാർസിനോമ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളായിട്ടാണ് ത്വക്ക് ക്യാൻസർ നമ്മൾ മെലനോമയെന്നും പറയും. കേട്ടോ, ത്വക്ക് ക്യാൻസർ മെലനോമയെന്നും പറയും. ത്വക്കിനെ ബാധിക്കും കാർസിനോമ. അതുപോലെ തന്നെ ശ്വാസകോശത്തെയും ബാധിക്കും. എന്ത് ബാധിക്കും? കാർസിനോമ ബാധിക്കും. പിന്നെ സ്തനങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? കാർസിനോമ ബാധിക്കും. ഓക്കെ, അപ്പോൾ ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ എന്നിവ ബാധിക്കുന്ന ക്യാൻസറാണ് ഏത്? കാർസിനോമ. ഇനി നമ്മളെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, യോജകകല. ഈ യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാ? ലുക്കീമിയ. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. ഏതാണ്? സാർക്കോമ. കണക്റ്റീവ് ടിഷ്യൂ കേട്ടാ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജകകലയെ ബാധിക്കുന്ന ക്യാൻസറാണ് ഏത്? സാർക്കോമ ബാധിക്കുന്ന അസ്ഥി ഏതാ? ഭാഗമസ്ഥി. ഏതാണ്? ഭാഗമസ്ഥി. ഓക്കെ, സാർക്കോമ ബാധിക്കുന്ന ഭാഗമാണ് അസ്ഥി. ഓക്കെ, അപ്പോൾ കാർസിനോമ ബാധിക്കുന്നത് ത്വക്കിനെയും ശ്വാസകോശത്തെയും സ്തനങ്ങളെയുമാണ്. ഓക്കെ ആണല്ലോ. യോജകകല ബാധിക്കുന്നത്
യോജകലയെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. സാർക്കോമ ബാധിക്കുന്നത് അസ്ഥികളെയാണ്, അസ്ഥികള. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ WBCയിൽ അത് കോശങ്ങളല്ല, WBC സെൽസിൻ്റെ എണ്ണം കൂടുന്നതാണ് ബ്ലഡ് ക്യാൻസർ. നമ്മൾ എന്തെന്ന് പറയും? ലുക്കീമിയ എന്ന് പറയും. ലുക്കീമിയ. ഓക്കെ ആണല്ലോ, ലുക്കീമിയ. ഓക്കെ. അപ്പോൾ ലുക്കീമിയ ബാധിക്കുന്നത് ബ്ലഡിനെയാണ്, രക്തത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് അത് ലുക്കീമിയ. ഓക്കെ, ശരി. അടുത്ത അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. എന്താണ് പിള്ളേരെ? മാലിഗ്നന്റ് മെലനോമ. അപ്പോൾ എന്ത് കിരണങ്ങൾ? അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. ഏതാണ്? മാലിഗ്നന്റ് മെലനോമ. ഓക്കെ, മാലിഗ്നന്റ് മെലനോമ. അടുത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ഏതാ? കൊബാൾട്ട് 16. ഇങ്ങനെ നാച്ചുറാലിറ്റി കേട്ടോ. ഇങ്ങനെ ശിശിരത്തിലെ കാറ്റടിച്ച് ഇലകളൊക്കെ പറഞ്ഞ് ഇതിനകത്തോട്ട് വരുന്നു. ഷീറ്റ് പറഞ്ഞു നിന്നെ നീ മാനേജർ എന്തൊക്കെ മറക്കാനത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് ഏത്? കൊബാൾട്ട് 16. എന്നുള്ളത് കൊബാൾട്ട് 16 കേട്ടോ, കൊബാൾട്ട് 16. ഓക്കെ. ഈ കാർബൺ ഡേറ്റിംഗ് എന്ന സംഭവം ഉണ്ട്. എന്നറിയോ കാർബൺ ഡേറ്റിംഗ്? കാലപ്പഴക്കം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? കാർബൺ ഡേറ്റിംഗ് കേട്ടോ, അല്ലെങ്കിൽ ഫോസിൽ കാലപ്പഴക്കം. അതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? അത് കാർബൺ 14. നമുക്ക് ചോദിക്കാറുണ്ട് ഈ ഫോസിലുടെ കാലപ്പഴക്കം കണ്ടെത്താനായി ഉപയോഗിക്കുന്നത് കാർബണിന്റെ ഏത് ഐസോട്ടോപ്പാണ്? അത് കാർബൺ 14 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ്. കൊബാൾട്ട് ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഐസോട്ടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഏത്? ഐസോട്ടോപ്പ്. ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഏത്? ഐസോട്ടോപ്പ്. ഓക്കെ ആണല്ലോ. ഇനി ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ആണെങ്കിൽ എന്താണ്? ഐസോബാർ. ഓക്കെ, സംശയം ഉണ്ടോ നിനക്ക്? ഇപ്പൊ ശരിയായ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആണത് ഐസോബാർ. മനസ്സിലായില്ലേ? ഇനി ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരണത് ഐസോട്ടോപ്പ്. മനസ്സിലായില്ലേ? മാസ് ഒരുപോലെ വരണത് ഏതിലാണ്? ബാറിൽ. നമ്മൾ ഈ ബാറിൽ പോയിട്ടില്ലേ മാസ് കാണിക്കുന്നത്? മാസ് കാണിക്കുന്നത് ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് നിനക്കറിയാലോ പറയാ. മനസ്സിലായി? ഒരേ മാസ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ബാറാണ്. നമ്മൾ മാസ് കാണിക്കുന്നത് ബാറിലൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, ശരി. ഓക്കെ, എടാ ഒന്ന് പോസിറ്റ് ആണ്ടാ. അടുത്ത് റേഡിയോ ഐസോട്ടോപ്പുകളെ ഉൽപ്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? മുംബൈയല്ല, കൊൽക്കത്ത. ചുമ്മാ കറക്കിയിട്ടത്. ഓക്കെ. റേഡിയോ ഐസോട്ടോപ്പുകളെ ഉപയോഗിച്ചിട്ടുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായുള്ള സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിൽ വന്ന നഗരമാണ് ഏത്? കൊൽക്കത്ത. വളരെ കൊൽക്കത്ത. ഓക്കെ, ശരി. അടുത്ത് ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം ഏതാണ്? ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. എങ്ങനെ ശരിയായി? മുമ്പ് എല്ലാം അതിലൊക്കെ സൂപ്പർ കേട്ടോ. ക്ലിയറാണല്ലോ. ഓക്കെ, ശരി. അടുത്ത് അപ്പൊ അത്രയും മനസ്സിലായി. നമ്മളിപ്പോൾ പഠിച്ചത് ക്യാൻസറിനെ കുറിച്ചാണ് പഠിച്ചത്. ഞാൻ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ഏത്? ക്യാൻസർ. ഓക്കെ. ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമായിട്ട് പറയാൻ പറ്റുമല്ലേ? പക്ഷേ അത് ഇതുമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസുമാണ്. നമ്മളെ തെറ്റായ ജീവിതശൈലി മൂലം എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രമേഹവും ഈ BP ഒക്കെ വരുന്നതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസർ വരാം. ഈ പ്രമേഹത്തിൽ തന്നെ ഇത് ഏതാണ്? ഇത് ജീവിതശൈലി രോഗം ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ് ജീവിതശൈലി രോഗം. ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ആണ്. ഓക്കെ. രക്തസമ്മർദ്ദവും എന്താണ്? ജീവിതശൈലി രോഗമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുപോലെ ക്യാൻസറിന് നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ട് വരാം. മനസ്സിലായി? നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഒരുപാട് തവണ ഈ എണ്ണയൊക്കെ ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ഥിരമായി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ അങ്ങനത്തെ ഭക്ഷണം, മദ്യപാനം അങ്ങനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസർ വരാം. നീ മനസ്സിലാകണം കേട്ടോ ജോബിനെ. ഓക്കെ. നിങ്ങൾ പുറത്ത് ഫുഡ് കൂടുതലാണ് നിനക്ക്. ഓക്കെ. ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഏത്?
ഓങ്കോജീനുകൾ. ഓങ്കോളജി എന്ന പഠനം എന്ന ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ ആണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാ പിള്ളേരെ? ഹൃദയമാണ്. രോഗനിർണയത്തിനായി കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഏത്? ബയോപ്സി. ഓക്കെ. അതുപോലെ തന്നെ ഈ 2 പരിശോധനകൾ പഠിച്ചിട്ടുണ്ട്. സ്ഥാനാർബുദം കണ്ടെത്താനായിട്ട് മാമോഗ്രഫിയാണ്. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ ഇതുണ്ട്, ഗർഭാശയതല ക്യാൻസർ. ഗർഭാശയതല ക്യാൻസർ ആണെങ്കിൽ പാപ്പ് സ്മിയർ ടെസ്റ്റ് ആണ്. പാപ്പ് സ്മിയർ ടെസ്റ്റ് അത് നമുക്ക് കഴിഞ്ഞ എഴുതി ചോദിച്ചതാണ്. മനസ്സിലായോ? ക്യാൻസർ നമുക്ക് ചോദിക്കുന്ന ബയോപ്സി നമുക്ക് പറയാം കേട്ടോ, ക്യാൻസറിന്. ഇനി ഈ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഏതാണ് പറയുന്നത്? മാമോഗ്രഫിയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞത് ഈ ഗർഭാശയതല ക്യാൻസർ അതേതാണ്? പാപ്പ് സ്മിയർ ടെസ്റ്റ് ആണ്. പാപ്പ് സ്മിയർ ടെസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ അത് പഠിച്ചിട്ടുള്ളത് തന്നെ നമ്മൾ. ഓക്കെ. അടുത്ത് എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഏത്? റേഡിയേഷൻ തെറാപ്പി. ഓക്കെ. എപ്പിത്തീലിയൽ ടിഷ്യൂകളെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർസിനോമ. ഓക്കെ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. യോജകലെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ. ഓക്കെ. സാർക്കോമ ബാധിക്കുന്ന ഭാഗം അസ്ഥിയാണ്. അപ്പൊ അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ അസ്ഥി നിർമ്മിച്ചിരിക്കുന്ന കല ഏതാണ്? യോജകലയാണ്. അസ്ഥി നിർമ്മിക്കുന്ന കല ഏതാണ്? യോജകലയാണ്. അപ്പൊ നമ്മുടെ ത്വക്ക് നിർമ്മിച്ചിരിക്കുന്ന കല ഏതാണ്? എപ്പിത്തീലിയൽ. ഏതാണ്? എപ്പിത്തീലിയലാണ് നമ്മുടെ ത്വക്ക് നിർമ്മിച്ചിരിക്കുന്ന കല. ഓക്കെ. നമ്മുടെ ശ്വാസകോശം നിർമ്മിച്ചിരിക്കുന്ന ഏതാണ്? എപ്പിത്തീലിയലാണ്. ഓക്കെ. അപ്പോൾ അതും പഠിച്ചോണേ. നമ്മുടെ ബ്ലഡ് ഏത് കലയാണ്? ബ്ലഡും കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡും കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ. അപ്പോൾ അസ്ഥിയും ബ്ലഡും എല്ലാം ഏതാണ്? യോജകല, കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ പറഞ്ഞ നമ്മുടെ ശ്വാസകോശവും നമ്മുടെ ത്വക്കൊക്കെ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കേട്ടോ. അതായത് ആവരണകലയാണ്. ആവരണകല. ഓക്കെ. ശരി. അടുത്ത് പറഞ്ഞത് അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് ഏത്? മാലിഗ്നന്റ് മെലനോമ. ഏതാണ്? മാലിഗ്നന്റ് മെലനോമ. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ WBC അതായത് ശ്വേതരക്താണുക്കൾ അധികമാകുന്ന അവസ്ഥ ഡെലിവറി. അപ്പോൾ നമ്മൾ പറഞ്ഞ ബ്ലഡിൽ WBCയുടെ അളവ് കൂടുന്നതിന് എന്ത് പറയുന്നത്? ലുക്കീമിയ. ഇനി അതേപോലെ തന്നെ ഈ WBCയുടെ അളവ് കുറയുന്നൊരു അവസ്ഥയുണ്ട്, ലുക്കോപ്പീനിയ. നമ്മുടെ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലുക്കീമിയാണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ ലുക്കീമിയാണ്. അതുപോലെ ഈ ബ്ലഡിൽ WBCയുടെ അളവ് കുറയുന്നതിന് പറയുന്ന പേര് എന്താണ്? ലുക്കോപ്പീനിയ. എന്താണ്? ലുക്കോപ്പീനിയ. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ RBC ഉണ്ടല്ലോ, RBCയുടെ അളവ് കൂടുന്ന അവസ്ഥ എന്താ അറിയോ? എർത്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. RBCയുടെ അളവ് കൂടുന്ന കണ്ടീഷനാണ്. നമുക്ക് ഈ അത്രയും ഒരു പേര് പഠിക്കാനുണ്ട്, പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ. RBCയുടെ അളവ് കൂടുന്ന രോഗമാണ് ഏത്? പോളിസൈത്തീമിയ. RBCയുടെ അളവ്, അണുരക്താണുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഏത്? അനീമിയ. അനീമിയ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഏത്? അനീമിയ. ഓക്കെ. അപ്പോൾ ആ 4 രോഗം ഓർത്ത് വെച്ചോണം. WBC കൂടിക്കഴിഞ്ഞാൽ അത് രക്താർബുദം അല്ലെങ്കിൽ ലുക്കീമിയ, കുറഞ്ഞു കഴിഞ്ഞാൽ ലുക്കോപ്പീനിയ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ RBC കൂടിക്കഴിഞ്ഞാൽ പോളിസൈത്തീമിയ, കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ. നമുക്ക് ഇരുമ്പിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം എന്നിട്ടെല്ലാം ഏത് തന്നെയാണ്? അനീമിയ തന്നെയാണ് കേട്ടോ. ഓക്കെ. ശരി. ഈ ഓക്സിജൻ വാഹകരാരാണ് നമ്മുടെ ശരീരത്തിൽ? ഹീമോഗ്ലോബിൻ. അത് നമുക്ക് ചോദിക്കേണ്ടത്. ശരീരത്തിൽ ഓക്സിജൻ വാഹകരാണെന്നിട്ടാൽ ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ രക്തമായിരിക്കും അടുത്ത ഓപ്ഷൻ വരുന്നത്. മനസ്സിലായി? രക്തത്തിൽ ആരാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നിട്ട് ആരാണ്? ഹീമോഗ്ലോബിനാണ്. മനസ്സിലായോ? എനിക്ക് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് ഏത്? കൊബാൾട്ട് 16. അതുപോലെ നമ്മൾ കാർബൺ ഡേറ്റിംഗ്, ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം നിശ്ചയിക്കാനായിട്ട് കാർബൺ ഡേറ്റിംഗ്, അത് കാർബൺ 14 ആണ് കേട്ടോ. ശരി. അത് റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിലുള്ള നഗരമാണ് കൊൽക്കത്ത. ഓക്കെ. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ് ഏത്? അമേരിക്ക. ഓക്കെ. ഈ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ ജീൻ ബാങ്ക് ഉണ്ട്, ഏതെന്നറിയാവോ? തോന്നക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഒരു ജീൻ ബാങ്കാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഒരു ജീൻ ബാങ്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്, പാലോട്. അതാരുടെ പേരിലാണ്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് പാലോടുള്ള. അപ്പം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ നിന്നിട്ട്? പാലോട്, തിരുവനന്തപുരമാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ. ശരി. അപ്പോൾ അത്രയും പഠിച്ചല്ലോ. അടുത്ത് ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ഹാഷിമോട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥി. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ഹാഷിമോട്ടോ. ഓക്കെ. ഷീസോഫ്രീനിയ ഏത് തരം രോഗമാണ്? ഷീസോഫ്രീനിയ മാനസിക രോഗമാണ്. ഷീസോഫ്രീനിയ എന്ന് വെച്ചാൽ എന്താണ്? ഷീ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പേടിയാണ്. സ്ത്രീകളുള്ള ഭയമാണ് ഗൈനോഫോബിയ. സ്ത്രീകളുള്ള ഭയമാണ് ഗൈനോഫോബിയ. പുരുഷന്മാരുള്ള ഭയം എന്താ? ആൻഡ്രോഫോബിയ. നിനക്കിതിൽ ഏതെങ്കിലും ഫോബിയ എന്താ? ഇയാൾക്കുണ്ടോ? ആൻഡ്രോഫോബിയ ഉണ്ടോ? ആൻഡ്രോഫോബിയ ഇപ്പോൾ ഉണ്ട്.
മാടപ്രാവ് പോലത്തെ എന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ വളരെ അല്ലേടാ പറയടാ അർച്ചനയ്ക്ക് ഉണ്ടോ ആൻട്രോഫോബിയ? ചില സമയങ്ങളിൽ അച്ഛനോടുള്ള പേടിയല്ലേ? ആ ഓക്കെ ഇന്നൊരു ആവശ്യമില്ല കേട്ടോ ജമിനെ. നിനക്കേത് പേടിയണ്ട? ഇവിടെ ഒരു ദിവസം നമ്മൾ രാത്രി എഴുന്നിട്ട് ഇതുപോലെ രണ്ടു കഥയൊക്കെ പറഞ്ഞു. പിറ്റന്ന് ലീവായിരുന്നു. എന്ത് കാര്യമെന്നറിയത്തില്ല. പിറ്റന്ന് ലീവ് പനിയായിരുന്നു. പേടി അല്ലാതെ വന്ന പനിയാണ്. അത് ഈ നാട്ടിൽ ആർക്കും പനി വരാതെ സീസണായിരുന്നു. ഇപ്പഴാണ് നമുക്ക് പറയാം വൈറൽ പനിയായിരുന്നു പറയാം. ആ സമയത്ത് ഇവിടെ ആർക്കും പനിയില്ല, ഒന്നുമില്ല. ഈ ഷീസോഫ്രീനിയ എന്താണ്? എനിക്ക് ഷീസോഫ്രീനിയാണെന്നാ എനിക്ക് കണ്ട എനിക്ക് ഷീസോഫ്രീനിയാണ്. ഹാലുസിനേഷൻ ഉണ്ട് എനിക്ക്. ഷീസോഫ്രീനിയ ഏതെങ്കിലും രോഗങ്ങളുള്ളതേ മാനസിക രോഗമാണ് കേട്ടോ. ഓക്കെ, അടുത്ത തീരണം. വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് സന്ധികൾ. ഓക്കെ, ഏതൊക്കെയാണ്? വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്ന ഏതിനെയാണ്? സന്ധികൾ, അസ്ഥി സന്ധികളെയാണ്. ഭ്രാന്തിപശു രോഗം കേട്ടോ കാരണമായത് എന്തെന്നറിയാവോ? ഇത് പ്രിയോണുകൾ. എന്താ പ്രിയോണുകൾ? ഞാൻ ആദ്യം കാണണം കേട്ടോ. ഈ പ്രിയോണുകൾ എന്താ? ഭ്രാന്തിപശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. പ്രിയോൺ എന്താ? പ്രിയോൺ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി പ്രിയോൺ എന്താണെന്ന്. ഓക്കെ ശരി, അപ്പോൾ അത് നോക്കാം. ഈ ഭ്രാന്തി പശു ഈ കന്നുകാലികളെ ബാധിക്കുന്ന രോഗമായിരിക്കും ഭ്രാന്തി പശു അല്ലേ? അനിമൽസ് ബാധിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്നറിയാവോ? അമേരിക്ക അല്ല, ഇന്ത്യ അല്ല, ജപ്പാൻ. ബ്രിട്ടൻ ആരാ പറഞ്ഞേ? ബ്രിട്ടൻ ആൻസർ കേട്ടോ. ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ബ്രിട്ടൻ. ഓക്കെ, ഈ ആന്ത്രാക്സ് പശുക്കളെ ബാധിക്കുന്ന, പശുക്കളെ കന്നുകാലികളെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ആന്ത്രാക്സ്. ഈ ആന്ത്രാക്സ് രോഗം ബാധിക്കുന്നത് ഏത് രോഗമാണ് കാരണമാണ്? ബാക്ടീരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാസിലസ് ആന്ത്രാസിസ്. ഏതാണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ബാക്ടീരിയ ആണ് കേട്ടോ, ബാക്ടീരിയ. ഓക്കെ, അത് ആന്ത്രാസ് രോഗത്തിന് കാണുമ്പോൾ ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. ഓക്കെ, 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ഏതാ? 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രിയാണ്. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ഏതാണ്? പെല്ലഗ്രിയാണ് കേട്ടോ. ഓക്കെ, അതിൽ 4Dയിൽ ഡെർമറ്റൈറ്റീസ് ഉണ്ട്, ഡെർമറ്റൈറ്റീസ് ഉണ്ട്, ഡയേറിയ ഉണ്ട്. ഡയേറിയ വെച്ചാൽ എന്താണ്? വയറിളക്കം. ഡെർമറ്റൈറ്റിസ് നമ്മളെ സ്കിന്നിനെ ബാധിക്കുന്ന കണ്ടീഷനാണ്. അത് ഡിമെൻഷ്യ ഉണ്ട്. ഡിമെൻഷ്യ എന്താ? ഓർമ്മക്കുറവ്. പിന്നെ ഡെത്തും ഉണ്ട്. ഡെത്ത് എന്താണെന്ന് അറിയാലോ? മരണം. ഓക്കെ, അപ്പോൾ 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഏതാണ്? പെല്ലഗ്രി ഏത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിന്റെ കുറവ് ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പെല്ലഗ്രി. അപ്പോൾ പെല്ലഗ്രി എന്നറിയപ്പെടുന്നു 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് 4Dയിൽ? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഡെത്ത്. ഓക്കെ, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഡെത്ത്. ഓക്കെ, അടുത്ത് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? കോഷിയോർക്കറും മരാസ്മസും. ഓക്കെ, പഠിച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ക്യാൻസർ മുതൽ ഇത്രയും കൂടെ ചോദിച്ചിട്ട് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സുബ്രഹ്മണ്യ പോസിറ്റോ ചോദിക്കട്ടാ, നിന്റെ ചോദ്യം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ. ക്യാൻസറിന് കാരണമായ ജീനുകൾ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഹൃദയ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. കാർഡിയോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം. ചെവിയെ കുറിച്ചുള്ള പഠനം. ഓട്ടോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. ഫ്രൈനോളജി. എല്ലാം പഠിച്ചു. മൂക്കിനെ കുറിച്ചുള്ള പഠനം. റൈനോളജി. ഓക്കെ, തലച്ചോറ് പറഞ്ഞല്ലടാ. ത്വക്ക്. ഡെർമറ്റോളജി. ഓക്കെ, അസ്ഥി. ഓസ്റ്റിയോളജി. പഠിച്ചു ചെയ്യണം. ഓക്കെ, ക്യാൻസർ ബാധിക്കാത്ത അവയവം പറഞ്ഞേ. ഹൃദയം. ഇവിടെ രോഗനിർണയത്തിനായി കലകളെടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയ ഏതാ സുബിനെ? ബയോപ്സി. ഓക്കെ, ഈ സ്തനാർബുദം കണ്ടെത്താനാണെങ്കിലോ? മാമോഗ്രാഫി. ഓക്കെ, അടുത്ത ഈ ഗർഭാശയത്തിലെ ക്യാൻസർ ആണെങ്കിൽ പാപ്പ് സ്മിയർ ടെസ്റ്റ്. ഓക്കെ, ഈ റേഡിയേഷൻ തെറാപ്പി വെച്ചാൽ എന്താണ്? എക്സ്റേ ഗാമാറേ തുടങ്ങിയ അണുപീഡനങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് റേഡിയേഷൻ തെറാപ്പി. ഓക്കെ, എപ്പിത്തീലിയയിലെ ക്യാൻസർ കാർസിനോമ എന്തിനെയൊക്കെ ബാധിക്കും? സ്ഥലങ്ങൾ. ഓക്കെ, യോജകളെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ എന്തിനെ ബാധിക്കും? ഓക്കെ, അപ്പോൾ അസ്ഥി നിർമ്മിച്ചിരിക്കുന്ന കലകൾ, രക്തം നിർമ്മിച്ചിരിക്കുന്ന കലകൾ. ഓക്കെ, WBC അളവ് കൂടുന്ന അവസ്ഥ എന്താ? ലുക്കീമിയ. കുറയുന്ന അവസ്ഥ എന്താ?
ലുക്കോപ്പീനിയ. ഇതിൽ ഏതാണ് രക്താർബുദം? ലുക്കീമിയ. മോനെ, RBCയുടെ അളവ് കൂടുന്ന അവസ്ഥ? പോളിസൈത്തീമിയ. കുറയുന്ന അവസ്ഥ? അനീമിയ. ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? അനീമിയ. ഓക്കെ, ശരി. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ഏതാ? കൊബാൾട്ട് 16. റേഡിയോ ഐസോട്ടോപ്പുകളെ ഉൽപ്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിലുള്ള നഗരം ഏതാണ്? കൊൽക്കത്ത. ഓക്കെ. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം? അമേരിക്ക. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജീൻ ബാങ്ക് ഉണ്ട്, അതിൻ്റെ പേരെന്ന് പറഞ്ഞേ. രാജീവ് ഗാന്ധി അല്ലേ? രാജീവ് ഗാന്ധി. അർച്ചന? സെന്റർ ഫോർ ബയോടെക്നോളജി. അവിടെ ബാക്കിൽ നിന്ന് ഡബിങ് നടന്നു പോകുന്ന ഡൗട്ട്. ഡബിങ്ങിലേതാ വ്യക്തമായി കേൾക്കാം കേട്ടോ, ഇങ്ങ് പറഞ്ഞു കൊടുക്കണത് ഇവിടെ. ഓക്കെ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലൊരു ബൊട്ടാണിക് ഗാർഡൻ ഉണ്ട്, അതിന്റെ പേരെന്താ? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലോട്. ഓക്കെ. അവിടെ ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയ. ഇവിടെ ഷീസോഫ്രീനിയെ ബാധിക്കുന്നത് എവിടെയാ? അതിലെ ഷീസോഫ്രീനിയ എവിടെ ബാധിക്കും? മാനസിക രോഗമാണ്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? തലച്ചോറിലല്ലേ? സയന്റിഫിക് തലച്ചോറിലാണല്ലേ? ഹൃദയം കൈമാറുക എന്നൊക്കെ പറയണം, സാഹിത്യപരമായിട്ട് പറയണമെന്നാണ്. ഓക്കെ. മനസ്സ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ മനസ്സ് എവിടെയാണ്? തലയിലാണോ, തലച്ചോറിലാണോ, ഹൃദയത്തിലാണോ? മനസ്സെടെ നമ്മളെ ചിന്തയും ഓർമ്മയും അതൊക്കെ അല്ലേ നമ്മുടെ മനസ്സെന്ന് പറയണത്. അതൊക്കെ എവിടെ? തലച്ചോറില്. പിന്നെ ഏത് സാഹിത്യപരം പറയുന്നത് ഹൃദയത്തിലാണെന്ന്? താങ്കളല്ലേ ഇപ്പൊ പറയുന്നത് ഹൃദയത്തിലാണെന്ന്? സാഹിത്യപരമായി അങ്ങനെ സയന്റിഫിക്കലി ആണെങ്കിൽ തലച്ചോറിലും, സാഹിത്യപരമായിട്ടാണെങ്കിൽ ഹൃദയത്തിൽ. എഴുത്തുകാരന്റെ വയലിൽ നിന്ന് വരും ഗിത്താർ. ഓക്കെ, ശരി. നീ അടുത്ത വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് സന്ധികളെയാണ്. ഓക്കെ. ഈ ഭ്രാന്തി പശു രോഗത്തിന് കാരണമായത് എന്താണ്? പ്രിയോണുകൾ കേട്ടോ. പ്രിയോണുകൾ എന്ന് വെച്ചാൽ ഒരുതരം പ്രോട്ടീനാണ് കേട്ടോ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീനുകളാണ് പ്രിയോണുകൾ. ഇവിടെ സുബിനെ, ഭ്രാന്തി പശു രോഗം ആദ്യം അറിയപ്പെടുക എവിടെ? ബ്രിട്ടൻ. ആന്ത്രാക്സ്, കന്നുകളിൽ ബാധിക്കുന്ന ആന്ത്രാക്സിന് കാരണമായ രോഗമാണോ? ചൂടുവെള്ളെടുത്ത് കിടന്നു ഞാൻ ഉത്തരം പറയുന്നുണ്ടോ? നേരത്തെ അറിയണോ? പറഞ്ഞാൽ മറ്റേ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഞാൻ എന്ത് ചെയ്യും? അകത്ത് പോവും. 2005 സെപ്റ്റംബർ 13 നിലയിൽ വരികയും 2006 ഒക്ടോബർ 26 അല്ല 2005 സെപ്റ്റംബർ 13 പാസ്സാവുകയും 2006 ഒക്ടോബർ 26 നിലയിൽ വന്ന നിയമമാണ് ഏത്? ഗാർഹിക പീഡനം. നിനക്കറിയാം ഞങ്ങളുടെ നിയമത്തെ കുറിച്ച് കുട്ടി? ഓക്കെ. അവിടെ അർച്ചന പറഞ്ഞേ, ആന്ത്രാക്സിന് കാണുന്ന രോഗമാണോ? ബാസിലസ് ആന്ത്രാസിസ്. ഓക്കെ. അവിടെ അല്ല, ഇവിടെ പറ. 4D സിൻഡ്രോം പറ. B3 നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര. ഓക്കെ. 4Dയിൽ എന്തൊക്കെയുണ്ട്? ഷംന പറഞ്ഞേ. ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡെത്ത്. ഓക്കെ, ശരി. ഇവിടെ ഇനിയുണ്ടല്ലോ ചോദ്യം. ഇവിടെ ഷമീം പറ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് കോശവർക്കറും മരാസ്മസും. ഓക്കെ, ശരി. സുനിൽ പോസ് ചെയ്തോ.